ഓക്കെ, അപ്പം നമ്മൾ ഒരു നല്ല കൂൺപക്ഷിക്കാരാവണമെങ്കിൽ നമ്മൾ ആദ്യം വേറൊരാളെ നന്നായി വളർത്താൻ പഠിക്കണം. നിങ്ങൾ പറമ്പിലെ കൂണ് കണ്ടിട്ടുള്ളവരാണോ? എല്ലാവരും തന്നെ കണ്ടിട്ടാണ്. നമ്മൾ കോട്ടയം എറണാകുളം ഭാഗത്തവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ പറയുന്നതാണ് നമ്മൾ പറമ്പിൽ നിന്ന് കൂണ് പറിച്ച് കഴിച്ച് ശീലമുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ വല്ല എന്താ പറയുക, ഈ കരിയില കൂടി കിടക്കുന്നിടത്ത്, കമ്പ് കൂടി കിടക്കുന്നിടത്തൊക്കെ ഒരു വെള്ള പാട പോലെ കാണാറുണ്ടാവും. വെള്ള നാര് പോലെയൊക്കെ നമ്മൾ മാറ്റി കഴിയുമ്പോൾ കാണാൻ പറ്റൂലേ? ഇതാണ് മൈസീലിയം എന്ന് പറയുന്നത്. ഓക്കെ, ആ മൈസീലിയത്തിന്റെ ഒരു ഫ്രൂട്ടിംഗ് ബോഡിയാണ്, അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഒരു ഫ്രൂട്ടിംഗ് ബോഡി മാത്രമാണ് നമ്മൾ ഈ കാണുന്ന ഈ കൊടയും തടയായിട്ട് നിൽക്കുന്ന മഷ്റൂം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ മാവ് നട്ട മാങ്ങ ഉണ്ടാവുന്ന പറഞ്ഞാൽ മൈസീലിയം നന്നായിട്ട് വളർന്നാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് അല്ലെങ്കിൽ നല്ല മഷ്റൂംസ് നമുക്ക് ലഭിക്കുള്ളൂ. അപ്പൊ ശരിക്കും നമ്മൾ എന്താ വളർത്താൻ പഠിക്കേണ്ടത്? നന്നായിട്ട് മൈസീലിയം വളർത്താനാണ് നമ്മൾ ഈ എന്താ പറയുക, ഈ ക്ലാസ് വഴി അല്ലെങ്കിൽ നിങ്ങൾ കൂൺകൃഷി നന്നായിട്ട് ചെയ്യേണ്ടവർ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ശരിക്കും ഈ മൈസീലിയം എന്താണ് ചെയ്യുന്നത്? മൈസീലിയം ഈ നമ്മൾ ഈ പറഞ്ഞ എന്താ ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ്, അതായത് ഇപ്പൊ പറഞ്ഞ കരിയില, മരക്കമ്പുകൾ, ഇതെല്ലാം അത് ഒരു എൻസൈം ആക്ടിവിറ്റി വഴി അത് എന്താ പറയാ, ഈ മൈസീലിയത്തിന് ഈ പ്ലാന്റ് ഇതിനെ അബ്സോർബ് ചെയ്യാൻ പാകത്തിന് എന്താ പറയാ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ ആ ന്യൂട്രിയൻസ് ഈ മൈസീലിയത്തിൽ കൂടെ ഫുൾ സ്പ്രെഡ് ആയിട്ട് വരും. അത് പിന്നെ മെച്യൂർ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല ക്ലൈമറ്റ് കിട്ടി കഴിയുമ്പോഴത്തേക്കും പുറത്തേട്ടൊരു ഫ്രൂട്ടിംഗ് ബോഡി എന്നുള്ള രീതിയിൽ പുറത്ത് കൊണ്ടുവന്നിട്ടാണ് ഈ മഷ്റൂം നമ്മൾ കാണുന്നത്. നമ്മൾ ശരിക്കും മുകളിൽ മാത്രമല്ലേ കാണുന്നുള്ളൂ, മണ്ണിൻ്റെ അടിയിൽ ഈ മൈസീലിയം ഉണ്ട്.